സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേ മാതരം മുഴുനീളെ പാടിയെന്ന് പറഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ രോഷമുണ്ടാക്കിയിരിക്കുന്ന ഇപ്പോൾ CPM നേതാവും മുൻ മന്ത്രിയുമായ PA മുഹമ്മദ് റിയാസ് ആണ്. സത്യത്തിൽ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഉള്ളവർക്ക് ഈ വന്ദേ മാതരം ആലപിച്ചപ്പോൾ ഒരു പ്രശ്നവും ഉണ്ടായില്ല. പിന്നെ എന്തിനാണ് കടക്ക് പുറത്തുനിന്നൊരു പാർട്ടിക്ക് ഇത്രമാത്രം അമർഷം? ഇതേ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ തമിഴ്നാട്ടിൽ അധികാരമേറ്റപ്പോൾ TVKയും സത്യപ്രതിജ്ഞാ ചടങ്ങില് മുഴുനീളെ വന്ദേ മാതരം പാടിയിരുന്നു, അതായത് ആലപിച്ചിരുന്നു. അപ്പോഴും എതിർപ്പായിട്ട് വന്നത് DMKയും CPIയുമാണ്. DMK അതായത് സ്റ്റാലിൻ എതിർപ്പായിട്ട് വന്നത് മൂന്നാമത് തമിഴ് വാഴ്ത്തുപാട്ട് മൂന്നാം സ്ഥാനത്തേക്കാണ് തള്ളിയത്. ശരിക്കും അങ്ങനെയല്ല ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ ആദ്യം നേഷൻ ഫസ്റ്റ് എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. നമുക്കറിയാം വന്ദേ മാതരം എന്നൊരു ഗാനം ദേശഭക്തി ഗാനമാണ്. അത് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ തന്നെ പ്രചോദനമായ ഒരു ദേശഭക്തി ഗാനം തന്നെയാണ്. രവീന്ദ്രനാഥ ടാഗോർ തന്നെ ആലപിച്ചിട്ട് പോലും ഉണ്ട്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദ് മഠ് എന്ന തൂലികയിൽ വിരിഞ്ഞ അതുല്യമായ ഒരു വിപ്ലവ ഗാനം തന്നെയാണ് ദേശഭക്തി ഗാനമായ വന്ദേ മാതരം. ആ വന്ദേ മാതരം പാടാനായിട്ട് ആർക്കാണ് ഇത്ര ബുദ്ധിമുട്ട്? ആ വന്ദേ മാതരം കേട്ട് കഴിഞ്ഞാൽ ആർക്കാണ് ഇത്ര അമർഷം? 2 വരി മാത്രമാണ് അനുവദിച്ചിട്ടുള്ളൂ. ബാക്കി മുഴുനീളെ പാടിയത് ഭയങ്കര ആശങ്ക ഉണ്ടാക്കുന്നു എന്നാണ്. എന്നാൽ ഇത്തരത്തിൽ ആശങ്ക ഉണ്ടാക്കുന്നവർക്ക് അവരുടേതായിട്ടുള്ള ഒരു സ്ഥലം, അതായത് 1947 വിഭജിച്ച് കൊണ്ടുപോയിട്ടുണ്ടല്ലോ, അവിടേക്ക് പോയിക്കൂടെ എന്ന് ചോദിക്കാനാണ് നമുക്ക് എല്ലാവർക്കും തോന്നുന്നത്. പക്ഷേ നമ്മുടെ മാന്യത കൊണ്ട് നമ്മളത് ചോദിക്കുന്നില്ല. കാരണം എന്താണെന്നറിയോ? പണ്ട്, അതായത് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ പോലും വന്ദേ മാതരത്തെ എതിർത്തത് ആരാണ്? ബ്രിട്ടീഷുകാരാണ്. അവർക്ക് വരെ മനസ്സിലായി നമ്മളുടെ ഒരു വിപ്ലവ ഗാനമാണ് അതെന്നുള്ളത്. കാരണം ഇന്ത്യയിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യനും സിരകളിലൂടെ ഓടുന്ന രക്തത്തിന് പോലും ആ ഒരു വിപ്ലവത്തിന്റെ മണമുണ്ട്. അതാണ് ശരിക്കും പറഞ്ഞാൽ വന്ദേ മാതരത്തെ നമ്മൾ കൊടുക്കുന്ന ആദരം. എന്നാൽ ആ വന്ദേ മാതര പാട്ട് പാടുമ്പോൾ ചിലർക്കൊക്കെ ഭയങ്കര അസ്വസ്ഥതയാണ്. നമുക്കറിയാം 150-ാം വാർഷികം ആഘോഷപ്പോൾ ജമ്മു കാശ്മീർ ഒഴികെ ബാക്കി എല്ലായിടത്തും ആഘോഷിച്ചിരുന്നു. ജമ്മു കാശ്മീരില് സ്കൂളില് ആഘോഷിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ 1905 ബംഗാൾ വിഭജന സമയത്ത് പ്രവിശ്യയിലുടനീളം കലാപം പൊട്ടി പുറപ്പെട്ടപ്പോൾ വന്ദേ മാതരം എന്നൊരു പാട്ടിന്റെ പ്രസക്തി അന്ന് ബ്രിട്ടീഷുകാർ ശരിക്കും മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ബംഗാൾ വിഭജന സമയത്ത് ആ ഒരു വിപ്ലവം നടന്ന സമയത്ത് ഈ വന്ദേ മാതരം എന്നൊരു പാട്ടിനെ അവർ പരിപൂർണമായിട്ട് നിരോധിച്ചത്. അത് ഒരു വഴിയിലും പോലും പാടാൻ പാടില്ല. പക്ഷേ അവരുടെ ആ നിരോധനത്തെ മറികടന്ന് ബംഗാളിലെ യുവതികളും യുവാക്കളും എല്ലാവരും അഹോരാത്രം ആ പാട്ടുകൾ ആലപിച്ചുകൊണ്ടേയിരുന്നു. അന്ന് വലിയൊരു തേരോട്ടമായിരുന്നു ബ്രിട്ടീഷുകാർക്ക് ഉണ്ടായിരുന്നത്. അവര് അടിച്ച് അമർത്തുകയാണ് ചെയ്തത്. പക്ഷേ എന്നിട്ടും ആ വിപ്ലവ ഗാനം അവരുടെ മനസ്സിൽ നിന്ന് പോയില്ല. വാക്കുകൾ ഉരുവിട്ടുകൊണ്ടേയിരുന്നു. ആ ഒരു വിപ്ലവ ഗാനത്തെയാണ് ഇന്ന് പലർക്കും അസഹിഷ്ണുത തോന്നുന്നത്. എന്നാൽ മുഹമ്മദ് റിയാസിന് ഏറ്റവും പ്രിയപ്പെട്ട പുഷ്പൻ അറിയാമോ എന്നൊരു പാട്ട് വെച്ചു കൊടുത്താൽ ഏറ്റവും ഇഷ്ടപ്പെടുമോ? കാരണം ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ ജീവിക്കുന്ന എല്ലാവർക്കും ദേശീയ ഗാനം എന്നതുപോലെ തന്നെ ദേശഭക്തി ഗീതമായ വന്ദേ മാതരം ഒരേ രീതിയിൽ ആദരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇന്ത്യയിൽ ജീവിക്കുന്ന കുറച്ചാളുകൾക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്തൊരു അസ്വസ്ഥതയുണ്ട്. എന്ത് തന്നെയാണെങ്കിലും UDFന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങില് വന്ദേ മാതരം എതിർപ്പ് പ്രകടിപ്പിച്ച പലരും അത് കേട്ട് ആസ്വദിച്ചിരുന്നു. അത് തന്നെ വന്ദേ മാതരത്തെ ആദരിക്കുന്നതിന്റെ സൂചനയാണ്. പിന്നെ ഇപ്പോൾ അമർഷം കാണിക്കുന്ന CPIക്കാര്, എന്തുകൊണ്ടാണ് നിങ്ങൾ അമർഷം കാണിക്കുന്നത്? കാരണം അന്ന് ബ്രിട്ടീഷുകാരാണ് ഇന്ത്യക്ക് എതിരാളിയെങ്കിൽ ഇന്ന് നിങ്ങളാണോ ഇന്ത്യയുടെ ഒറ്റുകാരാകാൻ നോക്കുന്നത്? നിങ്ങൾ എന്നു മുതലാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് അംഗീകരിച്ചു തുടങ്ങിയിരിക്കുന്നത്? ഒന്ന് പറഞ്ഞു തരാമോ? കാരണം കണക്കുകൾ ഒരുപാട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ സ്വാതന്ത്ര്യം കിട്ടിയത് നിങ്ങൾ അംഗീകരിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. കാരണം എപ്പോൾ മുതലാണ് നിങ്ങൾ സ്വാതന്ത്ര്യത്തിന് കൊടി ഉയർത്താൻ തുടങ്ങിയത്? ഈ അടുത്തിടയ്ക്കല്ലേ. അല്ലാതെ നിങ്ങൾ നെഹ്റുവിനെ പോലും അംഗീകരിച്ചത് എത്ര നാൾ കഴിഞ്ഞിട്ടാണ്? ഇതെല്ലാം നിങ്ങൾ മറന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ചരിത്രം ഇതൊന്നും മറക്കുകയില്ല. അതുകൊണ്ട് മുഹമ്മദ് റിയാസ് വല്ലാതെ അങ്ങ് ആശങ്കപ്പെടേണ്ട കാര്യമില്ല. ഇവിടെയുള്ള ഇന്ത്യയിൽ ജനിച്ചു വളർന്ന ചരിത്രം അറിയുന്ന ഓരോ വ്യക്തികൾക്കും അറിയാം എന്താണ് ദേശഭക്തി ഗീതമായ വന്ദേ മാതരമെന്നും വന്ദേ മാതരത്തിന്റെ പ്രാധാന്യമെന്നും. കാരണം ഒരു 4 വരി കഴിഞ്ഞു കഴിഞ്ഞാൽ പറയുന്നത് പ്രത്യേക ഒരു മതത്തെ പറ്റിയിട്ടാണ്. അത് ബാക്കിയുള്ള മതസ്ഥർക്ക് അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എനിക്ക് വല്ലാത്തൊരു ആശങ്കയുണ്ട് എന്നാണ് മുഹമ്മദ് റിയാസ് ഫേസ്ബുക്കിലൂടെ കുറിച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ നിങ്ങളെ കൂടി തോപ്പിക്കേണ്ടതായിരുന്നു. കാരണം ഇത്രയും മാത്രം ഇന്ത്യയുടെ ദേശഭക്തി ഗീതത്തെ അപമാനിക്കുന്ന രീതിയിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത നിങ്ങളെ അടുത്ത പ്രാവശ്യം 2031 നിങ്ങൾ മത്സരിക്കുകയാണെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ നിങ്ങൾക്ക് തിരിച്ചടി നൽകുന്നതായിരിക്കും. ഇതിന് കുറ്റം പറയാം, പക്ഷേ അതൊരിക്കലും
ഇന്ത്യയുടെ ദേശഭക്തി ഗീതവും ഗാനത്തെ പറ്റി ഒരിക്കലും കുറ്റം പറയാൻ പാടില്ല. അത് അംഗീകരിച്ച് അതിന്റെ എന്താണോ അതിന്റെ സ്വത്ത് അംഗീകരിച്ച് നടപ്പാക്കിയപ്പോൾ നിങ്ങൾ പറഞ്ഞത് എന്താണ്? സംഘപരിവാറിന്റെ അജണ്ട കേരളത്തിൽ നടപ്പാക്കിയെന്നാണ്. ഇതേ അജണ്ട തന്നെയാണ് നിങ്ങൾ തമിഴ്നാട്ടിലും പറഞ്ഞത്. DMK, ഈ DMKയും CPIയും CPMും കോൺഗ്രസും മുസ്ലിം ലീഗും എല്ലാം ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിരുന്നല്ലോ. പക്ഷേ DMK സ്റ്റാലിൻ തോറ്റുപോയപ്പോൾ എന്തേ നിങ്ങളെല്ലാം മറുകണ്ഠം ചാടി? അവിടെ സഖ്യത്തിനെതിരായിട്ട് നിന്ന് മത്സരിച്ച TVK ജോസഫ് വിജയ് അധികാരത്തിൽ ഏറിക്കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടി അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്തത് ഇന്ത്യ സഖ്യം പൊളിഞ്ഞു പോയില്ലേ? അപ്പോൾ ഇന്നും ഇന്ധനം തുടങ്ങിയതല്ല കമ്മ്യൂണിസ്റ്റുകാർക്ക് പിന്നിൽ നിന്ന് കുത്തുന്ന പരിപാടി. അത് നിങ്ങൾ വീണ്ടും വീണ്ടും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ വീണ്ടും വീണ്ടും സമൂഹത്തിന് മുന്നിൽ കോമാളികളാകാതിരിക്കുക. കാരണം 10 വർഷം നിങ്ങൾ ഇവിടെ ഭരിച്ചതിന് പരിണിത ഫലമാണ് വെറും 35 ഭൂരിപക്ഷത്തിലേക്ക് തോറ്റു തൊപ്പിയിട്ട് പുറത്തു പോയത്. അതായത് ഈ കപ്പൽ മുങ്ങി ആടുകയില്ല എന്ന് പറഞ്ഞവരും ഇപ്പോൾ കപ്പലും പോയി കപ്പിത്താന്റെ കൂടെ താഴ്ന്ന ആഴങ്ങളിലേക്ക് ഇറങ്ങി പോകുന്ന ആഴ്ചയാണ് കേരളത്തിലെ ജനത കണ്ടുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ദേശഭക്തി ഗാനത്തെയും ഗീതത്തെയും ഇങ്ങനെ പരസ്യമായിട്ട് അവഗണിക്കുകയും അപമാനിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ കേസ് വേറെ രീതിയിൽ വരുന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട UDF മന്ത്രിസഭ ഇതിനെതിരെ ഒരു കേസ് എടുക്കണം. അല്ലെങ്കിൽ തക്കതായി ഇനി ആരും നമ്മുടെ ദേശഭക്തി ഗാനത്തെയും ഗീതത്തെയും അപമാനിക്കുന്ന രീതിയിൽ പോസ്റ്റോ സംസാരിക്കാനോ തയ്യാറാകാത്ത രീതിയിൽ എന്തെങ്കിലും ഒരു നിയമവ്യവസ്ഥ അനുസരിച്ച് ഇയാൾക്ക് താക്കീത് കൊടുക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു.